ഡോട്ട് ബാല ജഡ് പോബാല റീത്ത് ദാരംഗ് കോമഡി സ്റ്റാറിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഒരു ചാനൽ ചെയ്തേക്കുന്നത്. പല ഓടിച്ച് താഴോട്ട് പോയിട്ട് കിരീടം മാത്രം 8-9 കൊല്ലത്തോളം ഒരു അസുഖം വന്നു, ആർട്ടിക്കേരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വന്നു. അത് പൂവി വരുന്ന പുള്ളി ചാടി എന്നിട്ട് തല്ലല്ലേ ചിലപ്പോ കാസറ്റ് ഒരുങ്ങിയതായിരിക്കും. കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ സീതയും രാമനുമായിട്ട് നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, അല്ലെങ്കിൽ പല ജോലികൾ ചെയ്തിരുന്നു. നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളൊക്കെ തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. എന്റെ വീട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം കടലെടുത്ത് പോയായിരുന്നു. ചായക്കട ഭയങ്കര ഐശ്വര്യമുള്ള ചായക്കട. ഒരു തോർത്ത് മാത്രം എടുത്ത് വാഴയിലൊക്കെ കിടന്നാണ് ഞാൻ ഒരു 9 വർഷത്തോളം. അല്ലെങ്കിൽ എന്നെ ജനിപ്പിക്കാതിരിക്കണം. മീഡിയ ഗ്രാഫിക്സ് ടിവി. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം. മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ ഇങ്ങനെ ഒരു താരം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു താരം എന്നല്ല പേരുണ്ടത്. ഇവർ 3 പേരുടെ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ താരങ്ങൾ എന്ന് വേണം പറയാൻ. അവരാരൊക്കെയാണെന്നല്ലേ, മറ്റാരുമല്ല, പേര് കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്കാവും. ഷബോൺ ഷാ ആൻഡ് ടീം ആണ് ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കാണാം. മിസ്റ്റർ ഷബോൺ ഷാ, ഗുസ്തിയും കാര്യങ്ങളൊക്കെ ചൈനയിൽ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട്. അല്ല, ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും എന്റെ പേര് രാജിമോൻ എന്നാണ്. രാജീവൻ. പിന്നെ വണ്ടാനം നീർക്കുന്ന പറഞ്ഞതാണ് അവിടെയാണ് പ്രോപ്പർ സ്ഥലം. അതെ അതെ. അപ്പൊ അടുത്തത് നമ്മുടെ അമ്മച്ചി വിഷ്ണുജി. എങ്ങനെയുണ്ട് വഴിപാട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ മകന്റെ മുഖത്ത് ഭസ്മം മാറി എറിയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അടിപൊളി, നല്ല സ്കിറ്റാണ്. വളരെ എന്താ പറയുക, പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ നിങ്ങളെ. അടിപൊളിയാണ്. എവിടെ ചെന്നാലും ആൾക്കാർ തിരിച്ചറിയുന്നു. ഇനി നമുക്കിത് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? പിന്നെ ഇനി ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ വരാനുണ്ട്. നമ്മൾ ഒരുപാട് സ്കിറ്റിന്റെ പണിപ്പുരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമസ്കാരമുണ്ട്. നമസ്കാരം. ആ മതം ഇളകി ആനയെ തളച്ചിട്ടാണോ വന്നത്? അതൊക്കെ രണ്ടാം പാപ്പാന്റെ പണിയല്ലേ? ഓ, അങ്ങനെ നമ്മൾ ഓടി രക്ഷപ്പെട്ടു വന്നേരെ. ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞാൽ മനുഷ്യനെ എരി കയറ്റി എന്നാ പരിപാടിയൊക്കെ കാണിക്കുന്നു. നിവൃത്തിയില്ലാതെ പിന്നെ ഓടി രക്ഷപ്പെടുവാന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ മാർഗമൊന്നുമില്ല. ഇതൊക്കെ അതിൽ പേരെന്ന് പറഞ്ഞാൽ അഭിലാഷ് മല്ലശ്ശേരി. മലശ്ശേരിയാണോ സ്ഥലം? മല്ലശ്ശേരിയിലാണ് സ്ഥലം, പത്തനംതിട്ട ജില്ലയിൽ. പത്തനംതിട്ട ജില്ല. ഇപ്പൊ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണല്ലേ. ഐറ്റം വേറെയില്ലേ ഏറ്റവും കൂടുതൽ ഇപ്പം ബമ്പർ അടിച്ചു നിൽക്കുന്നത് നിങ്ങളാണല്ലേ? ആ എമൗണ്ട് എത്ര? അത് നമ്മളിപ്പോ ഏറ്റവും വലിയ പ്രൈസ് കിട്ടിയത് 1,70,000. വേറെ ആർക്കും അത് ആരും പൊട്ടിച്ചിട്ടില്ല, നിങ്ങളാണ്. ഇതുവരെ ആരും വന്നിട്ടില്ല. അപ്പൊ ഇനി മുകളിലേക്ക് പോകുമല്ലോ അല്ലേ? പ്രതീക്ഷ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു അവസരത്തിൽ ഇത്രയും സൂപ്പർ ഹിറ്റായി നിങ്ങൾ പ്രേക്ഷക മനസ്സുകളിൽ എന്താ പറയുക നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളെ അറിയാത്ത ആൾക്കാരില്ല ഇപ്പൊ അല്ലെ? കേരളം മാത്രമല്ല, എനിക്ക് തോന്നുന്നു മലയാളി പ്രേക്ഷകർ എവിടെയുണ്ടോ അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ നിങ്ങൾ 3 പേരും ഉണ്ട്. ശരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു അവസ്ഥ അല്ലേ, സന്തോഷകരമായ ഒരു അവസ്ഥയാണ് കലാകാരനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും. ഇപ്പം എന്താണ് രാജീവന്റെ മനസ്സിൽ ഉള്ളതെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. ഒരുപാട് സന്തോഷം. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഫ്ലോറിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കണ്ടൊരു വേദിയായിരുന്നു ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഒരു വേദി. വീട്ടിൽ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം ഈ മിമിക്രി എന്ന് പറഞ്ഞ കല മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പല പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സാഹചര്യം മോശമായതുകൊണ്ട് കലയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് കൂടുതൽ പോകാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാറിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായിട്ടാണ് ഒരു ചാനൽ ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്ക് ഇത്രയും വലിയൊരു അവസരം തന്നത് ഫ്ലവേഴ്സ് ടി വിയിലെ ഇത് ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുക, നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ ആൾക്കാരെ ഏറ്റെടുക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മെസ്സേജും കോളുകളും ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. എനിക്ക് ഐറ്റം വേറയിൽ ഷബോൺ ഷാ, അതുപോലെ തന്നെ ഡിസ്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഈ 2 ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റി. അതായത് നമുക്ക് ഇപ്പോൾ ഡിസ്ക് ചന്ദ്രൻ, ഷബോൺ ഷാ എന്ന് പറഞ്ഞത് ആൾക്കാർക്ക് രജിസ്റ്ററാണ്, അറിയാം. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ സന്തോഷം എന്ന് ചോദിച്ചാൽ സന്തോഷം അത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രത്തോളം സന്തോഷമുണ്ട്. വീട്ടിൽ ഫാമിലി ഒന്ന് പറയാമോ? ആരൊക്കെയാണോ? ഞാൻ മാരീഡ് അല്ല. പിന്നെ അമ്മ, അച്ഛൻ, അനുജൻ, പെങ്ങളുണ്ടായിരുന്നു, കല്യാണം കഴിച്ചു വിട്ടു. അങ്ങനെ അതാണ് എൻ്റെ ഫാമിലി. ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം ഈ ഡിസ്ക് ചന്ദ്രൻ എന്ന് വിളിച്ച് അച്ഛനും അമ്മയൊക്കെ കളിയാക്കാറുണ്ടോ? ഇല്ല അങ്ങനില്ല. ഇല്ല, അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. അയ്യോ, അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കലയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞാൽ, പുള്ളിക്കാരൻ അങ്ങനെ എൻ്റെ അടുത്ത് ഇതിന് പോകണ്ട എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഏഷ്യാനെറ്റിൽ
കൊച്ചിൻ സംഘകല എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടല്ലോ, അതിനകത്താണ് പ്രൊഫഷണലായിട്ട് കളിച്ചിട്ടുള്ളത്. പിന്നെ ആലപ്പി സുദർശന മാഷിൻ്റെ കൂടെ 2 കൊല്ലം ഉണ്ടായിരുന്നു. എന്നെ സുബ്രഹ്മണ്യം ബോൾഗാട്ടി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, സുബ്രഹ്മണ്യം ചേട്ടനാണ് എന്നെ കൊച്ചിൻ സംഘകല എന്ന് പറഞ്ഞ സമിതിയിൽ എത്തിക്കുന്നത്. പിന്നെ അവിടെ ഒരു 2-3 കൊല്ലം പ്രോഗ്രാം ചെയ്തു. അത് കഴിഞ്ഞ് സുദർശന മാഷിൻ്റെ കൂടെ കുറേ കൊല്ലം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഫീൽഡ് വിട്ടു. കാര്യം നമുക്ക് പറഞ്ഞ പോലെ ജീവിക്കാൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ സാഹചര്യം വളരെ മോശമായിരുന്നു എൻ്റെ. പിന്നെ എനിക്കൊരു 8-9 കൊല്ലത്തോളം ഒരു അസുഖം വന്നു, ആർട്ടിക്കേരിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖം വന്നു. അത് ഈ ബ്ലഡിനകത്ത് അലർജിയുടെ അണുക്കൾ കൂടിപ്പോകുന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ ഒരു 8-9 കൊല്ലത്തോളം വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. എനിക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, പഠിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല. ഒരു തോർത്ത് മാത്രം എടുത്ത് വാഴയിലൊക്കെ കിടന്നാണ് ഞാൻ ഒരു 9 വർഷത്തോളം. അതൊക്കെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പണിക്കൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം പിന്നെ കുറേ കാലം ഓട്ടോ എടുത്ത് ഓടി. അതും അങ്ങോട്ട് നമ്മൾ എന്ത് ജോലിക്ക് പോകുമ്പോഴും ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ കിടക്കുന്ന കാരണം ഒന്നിലും ഫോക്കസ് ആവില്ല. കാരണം ഇത് ഓട്ടോ ഓടിക്കുന്ന ഒരു മോശം ജോലിയാന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഇതായി പോകും, ഇതല്ലല്ലോ ഞാൻ. പിന്നെ ഈ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ കൊഞ്ചിൻ്റെ പരിപാടിയുണ്ട്, ചെമ്മീൻ്റെ, അതിൻ്റെ കമ്പനിയുണ്ട്, അവിടെ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ കടലിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊന്നും അല്ല, നമുക്ക് ഇതിലേക്ക് എങ്ങനെയെങ്കിലും എത്തണം. പിന്നെ ഒരു 6-7 കൊല്ലം സിനിമ എന്നും പറഞ്ഞ് പോയി. എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ, എഴുത്തും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ സിനിമ എന്നും പറഞ്ഞാൽ 6-7 കൊല്ലം പോയി. നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളുണ്ട്, ഇപ്പോൾ എല്ലാം ഞാൻ പറയുന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഇങ്ങനെ എന്തെങ്കിലും ആവണമെന്നും പറഞ്ഞ് എന്നെ അമ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഐറ്റം വെയർ എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടിയിൽ ഇങ്ങനെ എത്തിപ്പെടാൻ സാധിച്ചത്. കാരണം അല്ല, നമുക്ക് വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര ചിലപ്പോൾ ബ്രേക്കായി പോകും. വീട്ടുകാരുടെ സപ്പോർട്ടാണ് എന്നെ ഈ ഐറ്റം വെയർ എന്ന് പറഞ്ഞ ഈ പരിപാടിയിൽ കൊണ്ടെത്തിച്ചേക്കുന്നത്. പിന്നെ ഇത്രയും വലിയ ഷോ, അതിൽ ഇങ്ങനത്തെ 2 ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. ഞാൻ ആദ്യം ഈ ഐറ്റം വെയറിൽ എത്തിപ്പെടുന്നത് എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. ഒരു രാജേട്ടൻ, ഉണ്ടരാജ് എന്നൊക്കെ വിളിക്കും, പുള്ളിയും അനീഷ് താഹ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ആദ്യം ഐറ്റം വെയറിൽ പോകുന്നത്. അവിടെ പോയൊരു ബംഗാളിയുടെ സ്കിറ്റായിരുന്നു ഞാൻ ആദ്യം ചെയ്യുന്നത്. അവിടെ ബംഗാളിയുടെ സ്കിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ആ ബംഗാളിയുടെ സ്കിറ്റ് വീണ്ടും ചെയ്യാൻ പറഞ്ഞു, വേറൊരു റൂട്ടിൽ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ മാത്രമായിരുന്നു പിന്നെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ ഷെഡ്യൂളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെയാണ് ഷെഡ്യൂൾ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്ത് വന്നപ്പോഴത്തേക്ക് അഭിലാഷ് ചേട്ടനെയും വിഷ്ണുവിനെയുമായിട്ട് അർജുൻ സാറ് ടീം സെറ്റ് ചെയ്ത് തന്നു. സത്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിന് ശേഷം ചെയ്തതൊക്കെ നല്ല എന്താ പറയുക, വൃത്തിയുള്ള സംഭവങ്ങളായിട്ട് വന്നു. കാരണം എൻ്റെ ഉള്ളിലൊരു തീയുണ്ട്, ആ സെയിം സാധനം ഇവരുടെ ഉള്ളിലും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവരും ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, നിലനിൽപ്പ് എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കൂടിയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്യുന്ന സാധനത്തിലൊക്കെ അത് കാണാൻ ഉണ്ട് എന്നാണ് വിശ്വാസം. അത് ആൾക്കാർ ഏറ്റെടുക്കുന്നത്, അതിൻ്റെ അവരുടെ സന്തോഷം നമ്മളോട് പറയുന്നതെന്ന് കേൾക്കുമ്പോഴത്തേക്ക് വലിയ സന്തോഷം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഷബോൻ ഷാ, ഡിസ്കിയേന്ദ്രൻ, അങ്ങനെ 2 ക്യാരക്ടർ ഈ ഐറ്റം വെയർ എന്ന് പറഞ്ഞ പരിപാടിയിൽ ചെയ്തു വെക്കാൻ പറ്റി. അത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതൊക്കെയാണ്. അപ്പൂട്ടാ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അല്ല, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രേക്ഷകരോടുകൂടാണ് പറയാനുള്ളത്, രാജ്മോൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പം ആരാണ് രാജ്മോനെ ഇഷ്ടമുള്ളവരതൊക്കെ മെസ്സേജ് അയക്കുക രാജ്മോനെ. അതായത് അമ്മ ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞു അല്ലെ, അമ്മയാണ് രാജ്മോനെ ഇവിടെ വരെ എത്തിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അമ്മയാണ്. അപ്പം ഒരു കല്യാണം കഴിക്കുക എന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാകുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഈ ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും ഒക്കെ അതിനുവേണ്ടി തുരിഞ്ഞു വരട്ടെ അല്ലേ? അഭി നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു, അല്ലെങ്കിൽ പല ജോലികൾ ചെയ്തിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ? ഇപ്പം നാട്ടുകാരുടെ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമീപനം എങ്ങനെയാണ്, നേരത്തെ എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് പറയാം. സന്തോഷമാണ്. എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും നാട്ടിലുള്ളവർക്കാണെങ്കിലും ഒക്കെ അവരൊക്കെ ഒരുപാട് കാണുമ്പം വലിയ സ്നേഹത്തോടെ വന്ന് സംസാരിക്കാറുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ താമസിച്ചെടുത്തല്ല താമസിക്കുന്ന, വാടകയ്ക്കാണ്. കാരണം എൻ്റെ വീട് കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ കൊല്ലം കടലെടുത്ത് പോയായിരുന്നു. അപ്പോൾ അവിടുന്ന് മാറി ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ നാട്ടിലോട്ട് അധികം ഞാൻ അങ്ങനെ പോകാറില്ല വേറൊന്നും കൊണ്ടല്ല, ഈ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തെങ്കിലും പരിപാടി ചിന്തിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, പിന്നെ പുറത്തോട്ട് വരിക. അതുകൊണ്ട് കൂട്ടുകാരൊക്കെ എല്ലാവരും പല വഴിക്ക് പലയിടത്താണ്. അതുകൊണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട്
അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല. എങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും അഥവാ ഞാനന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും വരികയും കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. കാരണം എന്നിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അടുത്തറിയാവുന്ന കൂട്ടുകാർക്കാണ്. കൂട്ടുകാരൊക്കെ എന്നെ പണ്ട് തൊട്ടേ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് ഈ അഭിനയത്തിനോട് ഭയങ്കര ഹരമായിരുന്നു. കൊച്ചിൽ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിവായ സമയത്ത് തന്നെ ഞാൻ കൊച്ചിൽ തന്നെ സ്റ്റേജ് കെട്ടും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഹാരിസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്. അവനും ഞാനും കൂടെ സ്റ്റേജൊക്കെ കെട്ടി ഈ തുണിയൊക്കെ വെച്ച് മറച്ച് അടുത്തുള്ള ചേച്ചിമാരൊക്കെ വന്നിരിക്കും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. അന്ന് തൊട്ടേ എനിക്ക് അഭിനയത്തിനോട് ഭയങ്കര ഭ്രാന്തമായൊരു ഇഷ്ടമായിരുന്നു. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറ്റുള്ളൂ. അതിനൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. പല രീതിയിലും അവസരങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഐറ്റം വെയർ എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടീമായിട്ട് വരികയും ചെയ്തു. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമ്മുടെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അതിനകത്ത് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഇപ്പം എനിക്ക് ആദ്യം ഞാൻ പോയി ചെയ്ത് കുറച്ച് ഗ്യാപ്പ് വന്നായിരുന്നു. ഗ്യാപ്പ് വന്നു വെച്ചാൽ എനിക്കൊരു റീ എൻട്രി എന്നും ഐറ്റം വെയറിലേക്ക് തരുന്നത് അതിൻ്റെ ഗ്രൂമറായ രാജേഷ് പാണാവള്ളിച്ചേരനാണ്. അപ്പോൾ പുള്ളീനെ എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അതിൻ്റെ കോർഡിനേറ്ററായ റെജി സാന്ദ്ര സഹായിച്ചിട്ടുണ്ട്, ശശാങ്ക് ഏട്ടൻ സഹായിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉപരി അതിൻ്റെ നമ്മുടെ ഐറ്റം വെയർ എന്ന് പറഞ്ഞാൽ ഇത്രയും ജനപ്രീതിയായിട്ട് നിൽക്കുന്ന ഷോയുടെ ഡയറക്ടർ അർജുൻ സാറിനോട് പിന്നെ മരണം വരെ കടപ്പാടുണ്ടായിരിക്കും. കാരണം എന്നിലെന്തോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് പുള്ളി എനിക്ക് രണ്ടാമതും അവിടെ അവസരം തന്നത്. ഞങ്ങളെ ഇവർ രണ്ടുപേരെയും കൂടെ ഇട്ട് ഒരു ടീമായിട്ട് സെറ്റ് ചെയ്ത് തന്ന, ശരിക്കും പറഞ്ഞാൽ സാറ് സെറ്റ് ചെയ്ത് തന്ന ടീമാണ് ഞങ്ങളുടെ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നല്ല നല്ല സ്കിറ്റുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എപ്പോഴും നല്ലത് സംഭവിക്കുമെന്നൊന്നും ഉറപ്പില്ല. ഈ പറഞ്ഞ പോലെ കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടാവുമല്ലോ. എങ്കിലും ഞങ്ങളെ കൊണ്ട് ഞാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ല സ്കിറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷം. നാട്ടിലുള്ളവരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പുറത്തുള്ള എനിക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് പേര് മെസ്സഞ്ചറിലും ഫോൺ നമ്പർ ചോദിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് വാട്സപ്പിൽ അല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ ഒരുപാട് പേര് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്, ഭയങ്കര എന്താ പറയണ്ടേ, എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ഈ അടുത്ത് പത്തനംതിട്ടയിൽ അമ്മയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പത്തനംതിട്ട വന്നിറങ്ങി KSRTC സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും ഈ കണ്ടക്ടർമാരും ഡ്രൈവർമാരൊക്കെ വന്ന് ഇതൊക്കെ എന്താ ഈ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പണ്ട് ഈ ഉജാല ഫിലിം അവാർഡൊക്കെ കാണുമ്പോഴത്തേക്ക് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കാണുമ്പോൾ ഇങ്ങനെ തോന്നും, ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു ദിവസം കയറി നിൽക്കുന്നൊരവസരം. പക്ഷെ ഞാനേ എന്ത് പറഞ്ഞാലും എനിക്കൊരു തോറ്റുപോകാൻ, നമ്മളൊരു പരീക്ഷ എഴുതിയാലല്ലേ അത് ജയിക്കുവോ തോക്കുവോ എന്നുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. തോക്കുകയാണെങ്കിലും അതൊരു റിസൾട്ടാണല്ലോ. ആ പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതൊരു പരീക്ഷയായിട്ട് ഇങ്ങനെ പോവുകയാണ്. എത്രത്തോളം ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഞാൻ, അവസാനം വരെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തെങ്കിലും ആവുന്നവരെ. ആയില്ലെങ്കിലും എനിക്ക് വിഷയമില്ല. കാരണം ഇപ്പം കിട്ടുന്ന ഇതുണ്ടല്ലോ, ഇത് ഒരു വലിയ ഭാഗ്യമാണ്. അത് മതി. അതിൽ കൂടുതൽ വരുവാണെങ്കിൽ വരട്ടെ, ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലോ നമുക്ക്. അപ്പൊ അങ്ങനെ പോകുന്നു. അത് രാജീവന് അതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ മനസ്സിന്റെ തീവ്രമായ ഒരു ആഗ്രഹമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് അതാണ് ഇപ്പം ഇവിടെ എത്തി നിൽക്കാനുള്ള പ്രധാന കാരണം. ഏതൊരു ആർട്ടിസ്റ്റിനെ എടുത്ത് നോക്കിയാലും അവർക്ക് അവരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ അല്ലേ. അഭിയെ സംബന്ധിച്ചിട്ടായാലും ഇപ്പം വിഷ്ണുവിനെ കുറിച്ചിട്ടായാലും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്ന 2 ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടി. കാരണം നമ്മൾ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്, ഇവരുടെ വിഷമങ്ങൾ കേട്ടിട്ടുണ്ട്. ഒപ്പം അതുപോലെ തന്നെ എനിക്ക് അത് ഞാൻ പണ്ട് കൊച്ചിലെ ഒരു 18-19 വയസ്സിൽ എനിക്കൊരു സ്റ്റേജിൽ നമ്മുടെ അമ്മയുടെ മാമൻ്റെ മോനായിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുവന്ന് അതൊരു ഡാൻസ് സമിതി കൂടെ മിമിക്സും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുപോയി ഒരു 2 സ്റ്റേജൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പിന്നെ മിമിക്രി എനിക്ക് എങ്ങനെയെങ്കിലും സ്റ്റാർ ചെയ്യണം, എന്തായാലും അഭിനയിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ. പൈസയൊന്നും വിഷയമല്ല, നമുക്ക് അവസരം ആദ്യമായിട്ട് കിട്ടിയേക്കുക. പക്ഷേ അവിടുത്തേക്ക് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല, അത് എല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ പോയിട്ട് പിന്നെ നിർത്തിയിട്ട് അടുത്ത് നിൻ്റെ സംഭവം കയറ്റാന്നൊക്കെ പറഞ്ഞ് നിർത്തുക. അപ്പോൾ നമ്മൾ ഈ അന്നൊക്കെ ഇത്രയും പോലും ആരോഗ്യമൊന്നും ഇല്ല എനിക്ക്. എന്നാലും അവർക്കൊരു മോശം തോന്നണ്ടല്ലോ എന്ന് വെച്ചിട്ട് സാധനം ഇറക്കുകയും പിടിക്കുകയും കട്ടൻ കെട്ടാൻ മേളിൽ കയറുക അതൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് വെച്ച് തന്നെ ഭയങ്കര മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഡാൻസുകാരുടെ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ കറക്റ്റ് സമയത്ത് അവരുടെ ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ എനിക്ക് പറ്റാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം
പിന്നീട് അവരെയൊക്കെ ഞാൻ പിന്നീട് കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അത് ഈ എല്ലാവർക്കും കലാപരമായിട്ട് പോകുന്ന ഈ ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും മോശം അനുഭവം പിന്നീട് അത് നല്ല അനുഭവമായിട്ട് മാറുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ സന്തോഷം. അത് തന്നെയല്ല രാജീവൻ, ഇപ്പൊ ഈ ഇരിക്കുന്ന രണ്ടുപേര് അല്ലേ, ഈ രണ്ടുപേരെ കിട്ടിയതും വലിയൊരു ഭാഗ്യം. പിന്നെ ഇവര് തരുന്ന ഇവരാണല്ലോ ഇപ്പം പിന്നെ ഷബോൻഷി ആണെങ്കിലും ഡിസ്കേന്ദ്രനാണെങ്കിലും ചെയ്യുന്ന എല്ലാ ക്യാരക്ടറിനെയും ഇവർ രണ്ടുപേരും ഇടത്തും വലത്തും നിന്ന് തരുന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. അതില്ല, ഞാനില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം. രാജീവനെ ഇതിനിടയ്ക്ക് പറഞ്ഞു വീട് കടലെടുത്ത് പോയി എന്നൊരു കാര്യം പറഞ്ഞു. അത് എന്താ സംഭവിച്ചതെന്ന് പറയാമോ? അത് ഞങ്ങളുടെ നീർക്കുന്നം എന്ന് പറഞ്ഞൊരു കോസ്റ്റൽ ഏരിയയാണ്, തീരദേശ പ്രദേശമാണ് ഞങ്ങളുടെ ഗ്രാമം നീർക്കുന്നം. അപ്പോൾ അവിടെ ഈ ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക് കടൽ കയറി വരുന്നൊരു പ്രതിഭാസമുണ്ട്. അപ്പോൾ ഈ കടൽ ഭിത്തിയൊക്കെ ഇട്ട് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കടൽ ഭിത്തിയൊന്നും ഇട്ടിട്ട് ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഈ വീട് പോകുന്ന ദിവസം രാത്രി, അപ്പോൾ എൻ്റെ വീട് നിന്നെടുത്ത് നിന്ന് ബാക്കിലേക്ക് എത്രയോ വീടുകൾ. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ താമസിച്ച എൻ്റെ ഈ പോയ വീടിൻ്റെ അടുത്തുനിന്ന് ബീച്ചിലേക്ക് പോകണമെങ്കിൽ എനിക്ക് വന്നൊരു 1 കിലോമീറ്റർ അടുത്ത് നടക്കണമായിരുന്നു. അത്രത്തോളം ബാക്കിലേക്ക് സ്ഥലവും അതിൻ്റെ ബാക്കിൽ വീടുകളും തെങ്ങും തോപ്പുകളും നല്ല ഭംഗിയുള്ള കടപ്പുറമായിരുന്നു ആ സ്ഥലം. അത് വർഷാവർഷം ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീട് പോയ ദിവസം ഒറ്റ ദിവസം കൊണ്ടാണ് ഇത് നഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അമ്മയോട്ട് ഉറങ്ങാൻ കിടക്കുന്നു. രാത്രി ആയപ്പോഴത്തേക്ക് വീടിൻ്റെ നമുക്ക് ഈ കാറ്റ് കയറാൻ വേണ്ടി ഹോളുണ്ടാവുമല്ലോ വീട്ടിൽ, ഈ വെള്ളം അടിച്ച് എൻ്റെ മുഖത്തേക്ക് വീണു. അപ്പോൾ രാത്രി എനിക്ക് കേൾക്കാം ഭയങ്കര ശബ്ദം കടലിൻ്റെ. ഞാൻ അടുക്കള വാല് ഒന്ന് തുറന്നു നോക്കിയപ്പം ഭയങ്കര ഭീകര തിരമാലകൾ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയെ വിളിച്ചു. പിന്നെ വലിയ സാധനങ്ങളൊന്നും ഇല്ല, അവിടെ ഒരു കട്ടിലും ഒരു കുഞ്ഞു ഫാനും കണ്ടേ ഉള്ളായിരുന്നു. ഒരു കൊച്ചു വീടായിരുന്നു എൻ്റെ. അമ്മയും വിളിച്ച് പെട്ടെന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്നു. ഒരു 1.5 മണിക്കൂർ കൊണ്ട് എൻ്റെ വീട് പൂർണ്ണമായിട്ട് രാത്രി പോയി. എൻ്റെ വീട് മാത്രമല്ല, തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒറ്റ രാത്രി കൊണ്ട് 6-7 വീട് പോയി. വാർത്ത വലിയ കെട്ടിടങ്ങളൊക്കെ. ഇത് വീട് സ്ഥലം പോകുന്നേക്കാളും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാൾ തൊട്ടേ നമ്മൾ കണ്ടു വളർന്ന സുഹൃത്തുക്കള്, നമ്മുടെ എല്ലാരും പല വഴിക്കും ആയി പോവുക. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാരും എല്ലാരും അങ്ങ് പോവുക, പല വഴിക്ക് സ്ഥലം മേടിച്ച് അവിടെ ഇവിടെയൊക്കെ. പിന്നെ ആരും ഇല്ല. നമ്മുടെ ഓർമ്മകളും ഒക്കെ നഷ്ടപ്പെട്ടു പോവുക, നമ്മൾ കളിച്ചു വളർന്ന സ്ഥലങ്ങള് അങ്ങനെ ഇല്ല. ഒരു വലിയ വിഷമം തന്നെ. പക്ഷെ സർക്കാർ നമുക്ക് ഒരു 10 ലക്ഷം രൂപ സർക്കാർ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്ഥലം മേടിക്കാം. അപ്പോൾ ഈ 10 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കണം. എന്ന് വെച്ചാൽ സ്ഥലം മേടിക്കാൻ മാത്രമല്ല 10 ലക്ഷം തരുന്നത്, 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ പെര വയ്ക്കാനുമായിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ അമ്പലപ്പുഴ കരിമാടിയിൽ ഇങ്ങനെ ഒരു 3.5 സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഇനി അവിടെ വീട് വെക്കണം. വീട് വെക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സാമ്പത്തികം ഉണ്ടാവണം. പിന്നെ കുറച്ച് ബാധ്യതയുണ്ട്, കടബാധ്യതയുണ്ട്. അത് സർക്കാരിൽ നിന്ന് അനുവദിച്ച് തരുമോ? അനുവദിച്ച് തരും. ആ പൈസ ഇപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചേട്ടൻ്റെ സ്ഥലമാണ് മേടിക്കുന്നെങ്കിൽ അവർക്ക് പൈസ ചേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആ പൈസ ഒന്നും വരില്ല. വീട് വെക്കാനാണെങ്കിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ നമുക്ക് ഫൗണ്ടേഷൻ വെക്കാൻ എത്ര രൂപ വേണം, ആ പൈസ കൊണ്ട് ഫൗണ്ടേഷൻ കെട്ടി കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് പൈസ തരുള്ളൂ. അപ്പൊ പെര വെക്കണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും അത് SN കവല എന്ന് പറയും. അച്ഛൻ്റെ പേര് ശിവദാസൻ, അമ്മ ലതിയമ്മ, അനുജന്റെ പേര് രാഹുൽ, അനുജത്തി രാഖി. അവർക്ക് 2 മക്കളുണ്ട്, ആര്യനന്ദ, ആർദ്ര. അളിയന്റെ പേര് അജി. അങ്ങനെയാണ് ഈ രാജിമോൻ വരുന്നത്. എല്ലാം 6ലാണ്. അത് പ്രത്യേകം ചോദിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പത്തനംതിട്ട, ഇതേ വന്നിട്ട് ആലപ്പുഴ ജില്ല അല്ലേ? അല്ല, ഇത് ആലപ്പുഴ, ശരിക്കും ആലപ്പുഴയാ. പക്ഷെ എന്നാലും നിന്റെ സംസാരം നമ്മളുടെ കൂട്ടാണ്. ഇത് ഇപ്പം രാജിമോനെ സംബന്ധിച്ചിടത്തോളം രാജിമോന്റെ സംസാരം ഒരു പ്രത്യേക ടൈമിങ്ങാണ്. അത് ഭയങ്കര ഒരു രസമാണ്. പക്ഷെ ഞങ്ങളെല്ലാം കൂടെ കളിച്ചു വരുമ്പോ ഉണ്ടല്ലോ, എല്ലാം ഒരു സ്ഥലക്കാരാന്നുള്ള ചിന്ത വരും. അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. ഞാൻ എങ്ങും പോയതല്ല, ഒരു ഫോൺ വന്ന കൂടെ ഒന്ന് പോയത്. അടുത്ത കണ്ടന്റ് പിടിക്കുമായിരിക്കല്ലേ? ഷബോൻഷയാണ്. അല്ല, പ്ലാനിങ് വേണമല്ലോ, അടുത്ത ഷെഡ്യൂൾ ആകാറായി. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെ ചെന്ന് കഴിഞ്ഞാലും കണ്ടന്റ് തപ്പുക, കണ്ടന്റ് റെഡിയാക്കാന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമേ. നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ എന്തെന്നുള്ള ചിന്ത. ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് അവിടെ പിന്നെ ഗ്രൂപ്പിങ്ങിന് ചെന്ന് കഴിഞ്ഞാല് ഞങ്ങള് റൂമിൽ നിന്ന് വെളി ഇറങ്ങത്തില്ല. ഇതേ സ്കിറ്റിന് വേണ്ടി ഇരിക്കും. ഇടയ്ക്കൊന്ന് വെളിച്ചം കാണാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങിയിട്ട് ചായക്കടയിലോട്ട് പോകുന്ന സമയത്ത് ഇത് പറഞ്ഞോണ്ടാ പോകുന്നത്. അന്നേരം നമുക്ക് വേറെ വിഷയം സ്കിറ്റ് പറഞ്ഞിട്ടു. പക്ഷെ എന്തായാലും ആ ചായക്കട ഭയങ്കര ഐശ്വര്യമുള്ള ചായക്കടയാ. കാരണം അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ 2 കൗണ്ടറെങ്കിലും കിട്ടും.
കാരണം നമുക്ക് ഈ നല്ല സ്കിറ്റുകളാണല്ലോ അത്യാവശ്യം ചെയ്തേക്കുന്നതൊക്കെ. അപ്പം ഇനി വരുന്നതും നല്ലതായിരിക്കണം എന്നുള്ളൊരു ടെൻഷനും ഉണ്ട്. ശരിക്കും ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പ്രേക്ഷകർ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ യൂട്യൂബിൽ ഈ സ്കിറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ എന്തോ ഇച്ചിരി താന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിറ്റിന് ശകലം ഇതായി കഴിഞ്ഞാലേ ആൾക്കാർ ഭയങ്കര മാർഗ് കുറഞ്ഞ പോലെ ഇതുപോലെ സിൽവർ പഞ്ച് അടിച്ചൊരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ഒരു മത്സ്യകന്യകയുടെ. നല്ല സ്കിറ്റായിരുന്നു. ആ സ്കിറ്റ് കണ്ടിട്ട് ഒരു അതിനകത്തെ കമന്റ്, നിങ്ങളുടെ കളി വന്നില്ല, നിങ്ങളുടെ കളി ഇങ്ങനല്ല എന്നും പറഞ്ഞ് കമന്റ് വന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങളുടെ സ്കിറ്റ് ശ്രദ്ധിച്ചറിയാം. ബഹള, സ്ലാപ്സ്റ്റിക്ക്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യും ഞങ്ങൾ അവിടെ. അപ്പൊ ആ സാധനം ആയിരിക്കും വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കും. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഡയലോഗ് കമന്റ്സിൽ എഴുതിയിടുന്നുണ്ട്. എന്താ അറിയോ, നമ്മള് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ഷബോൻ ഷൈക്കത്തില് ചൈനയടക്കം 18 രാജ്യങ്ങളിൽ ശിഷ്യകരങ്ങളുള്ള ഈ ധീര പോരാളി ഇങ്ങനെ അല്ലായിരുന്നു. ഇതൊക്കെ കമന്റിൽ എഴുതിയിടുന്ന ആൾക്കാർ ഭയങ്കര നമ്മൾ പറഞ്ഞ ആ ഡയലോഗുകളല്ലേ. അതെന്ന് വെച്ചാൽ നമ്മള് ആദ്യത്തെ അനുഭവമാണല്ലോ ഇതൊക്കെ. എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിലാഷേട്ടൻ പിന്നെ കോമഡി ഉത്സവത്തിനകത്ത് വന്നെങ്കിലും അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു. ഇവനും എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട് സ്റ്റേജിൽ. ഞാൻ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യം മോശമായതുകൊണ്ട് പിന്നെ ഇതിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുപോയി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എല്ലാം ഇങ്ങനെ വരുമ്പോൾ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നല്ല സാധനങ്ങളാണെന്ന് പറയുമ്പോഴും ഒക്കെ വല്ലാത്ത സന്തോഷമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഐറ്റം വേറെ എന്ന് പറഞ്ഞത് വലിയ ഒരു ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇപ്പോൾ പിന്നെ അഭിലാഷ് ചേട്ടനാണെങ്കിൽ കോമഡി ഉത്സവത്തിലൂടെ കേരളത്തിന് പുറത്ത് ഫേമസ് ആണ്. അതുപോലെ വിഷ്ണുവും എന്നെക്കാളും സ്റ്റേജുകൾ ഒരുപാട് കൂടുതൽ കളിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് ഈ പറഞ്ഞ ഏഷ്യാനെറ്റിലെ എനിക്ക് തോന്നുന്നു 2-3 ഒരു എപ്പിസോഡിനകത്ത് ചെറിയ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ള, അല്ലാതെ ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ എന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തത് ഈ ഐറ്റം വേറെ എന്ന് പറഞ്ഞ ഈ ഷോ തന്നെ. പക്ഷെ എന്റെ രാജീവനെ ഒരു കാര്യം പറയട്ടെ, അത് അങ്ങനെ നമുക്ക് തോന്നുകയില്ല ഒരു പ്രേക്ഷകർക്കല്ലേ. രാജീവനെ മാത്രമല്ല, എന്നെയും ഞാനൊരു നല്ലൊരു സ്കിറ്റ് കളിക്കുന്ന ആർട്ടിസ്റ്റ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നിയത് ഈ പറയുന്ന ഐറ്റം വേറെ അല്ല. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്കിറ്റ് ഞാൻ കളിക്കും. ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മുടെ ഫിഗർ ആർട്ടിസ്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം. സത്യം. പിന്നെ ഈ ഒരു അഭിനയം ഇത്രയും നിങ്ങളിൽ ഉണ്ടെന്നുള്ളത് സത്യമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ കേട്ടാ, ഈ നമ്മൾ ഒരുപാട് വേദികളിൽ കളിച്ചിട്ടില്ലെങ്കിലും കൊച്ചുനാൾ തൊട്ട് ഈ സാധനം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റേജൊക്കെ കെട്ടി കൂട്ടുകാരെയൊക്കെ വിളിച്ച് പിന്നെ അടുത്തുള്ള ചേച്ചിമാരെയൊക്കെ വിളിച്ചിരുത്തും. വൈകുന്നേരം അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അത് നമ്മൾ മരിക്കുന്ന കാലം വരെ നഷ്ടപ്പെട്ടു പോകത്തില്ല. അല്ലെങ്കിൽ എന്നെ ജനിപ്പിക്കാതെ ഇരിക്കണം. ഞാൻ ഫസ്റ്റ് ഒരു സമിതിയിൽ പോയെന്ന് പറഞ്ഞില്ലായിരുന്നു ആദ്യം. അപ്പൊ അവര് അത് ഡ്രസ്സ് എടുത്ത് കൊടുക്കാനൊക്കെ എന്നെ നിർത്തിയത്. അവസരങ്ങൾ തന്നില്ല. 2-3 സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നെ പറഞ്ഞു വിട്ട്. അവരൊക്കെ അതൊക്കെ അങ്ങനെ പോയി. അപ്പോൾ നമുക്ക് വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കപ്പോൾ എന്തെങ്കിലും ഇപ്പം ചേട്ടൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് കാണിക്കാൻ അവസരം തരുമ്പോഴല്ലേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആ സാധനം തരാത്തരത്തോളം ഞാൻ അവിടെ മാറി നിൽക്കേണ്ടി വന്നു. 2 സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ വന്നു. സാഹചര്യമൊക്കെ വളരെ മോശമായിരുന്നു അന്ന്. ഈ പറഞ്ഞ പോലെ അസുഖമൊക്കെ മാറി വരുന്ന സമയമാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു 8-9 കൊല്ലം അസുഖമൊക്കെ ആയിട്ടിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഞാൻ 2 സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നെ ഒഴിവാക്കി. എനിക്ക് മനസ്സിലായി ഇത് ഒഴിവാക്കുകയാണ്. അവർ പറഞ്ഞു, ഇനി പരിപാടിയൊന്നും ഇല്ല കേട്ടോ, കഴിഞ്ഞടാ. അപ്പൊ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളു, ചവറ് പോലെ പരിപാടിയാ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോനെ ഇത്ര പെട്ടെന്ന് വന്നു? ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ അന്ന് ഫോണൊന്നുമില്ല, ഞങ്ങളുടെ അടുത്തൊരു ലാൻഡ് ഫോൺ നമ്പറാണ്, ആ പുള്ളിക്ക് എഴുതി കൊടുത്തു. വീട്ടിൽ വന്ന് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഫോൺ വന്നു. അപ്പോൾ എന്നെ വിളിക്കുന്നെന്നും പറഞ്ഞ് അവിടുത്തെ ഇത്ത എന്ന് പറഞ്ഞു. ഞാൻ നേരെ അവിടെ ചെല്ലുന്നു, ഫോൺ എടുക്കുന്നു. രാജീവനല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്നെ അറിയാമോ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഇങ്ങനെ ഇന്ന ആളാണ്. അത് നീ ഇപ്പോൾ ഫ്രീ ആണോ? ഞാൻ ചോദിച്ചു ഞാൻ ഫ്രീയാ. ബാലെ അവർ കളിക്കുന്നുണ്ട്, അതിനകത്തൊരു കോമഡി വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. പിന്നെ അതെനിക്ക് തോന്നുന്നൊരു 10-100 സ്റ്റേജോളം കളിച്ചു ബാലെ. അതായിരുന്നു എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് സ്റ്റേജിൽ. അതിനകത്തൊരു കുന്തമൊക്കെ പിടിച്ച് പഠനമായിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല സാധനമായിരുന്നു. അത് മാത്രം കാണിക്കാൻ മതിയല്ലോ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ നമ്മള് സ്കിറ്റിനകത്ത് ബാലയൊക്കെ ചിലപ്പോൾ ഹ്യൂമർ വൽക്കരിച്ച് ചെയ്യുമല്ലോ. യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അയ്യോ, ഞങ്ങൾ ഈ ബാലയ സമിതിയില് പാലക്കാട് ഏതോ സ്റ്റേജാന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ശ്രീരാമനും സീതയും പ്രത്യക്ഷപ്പെടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ബാക്കിൽ ഒരു കർട്ടൻ ഇട്ടിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിരിക്കുക, ഈ ഗോപുരം പോലെ. ഇവർ ഈ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി നിൽക്കും. ഒരു ലൈറ്റ് ഓഫിൽ കറക്റ്റ് പ്രത്യക്ഷപ്പെട്ട പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ അന്ന് ഇവരോട് പറയാതൊരു ബുദ്ധി, ഇവർ പ്രത്യക്ഷപ്പെടുന്നതിന്റെ മുമ്പ് കരിമരുന്ന് എല്ലാം കൂടെ വെച്ചിട്ട് വലിയൊരു വടിയുടെ അറ്റത്ത് ചന്ദനത്തിരി കത്തിച്ച്
വെച്ചിട്ട് അടി കഴിഞ്ഞ് കുനിഞ്ഞിട്ട് ഈ പുള്ളി ഇവര് പ്രതീക്ഷപ്പെടാൻ വേണ്ടി സൈഡിൽ നിൽക്കുക. ഇവരോട് പറയണ്ട ഇങ്ങനെ ഒരു സംഭവം വരുമെന്ന്. പുള്ളീനകത്ത് തീ കൊടുത്ത് ഇത് മേപ്പോട്ട ആളുകൾ. ഞാൻ നോക്കുമ്പോ സീതയും രാമനുമായിട്ട് ഇറക്കി ഒരു ഓട്ടോ. ശരിക്കും സത്യം. അയ്യോ അങ്ങനെ ഒരു വലിയ സംഭവം ബാലലക്കരൊക്കെ സംഭവിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും നമ്മള് സ്കിറ്റ് കളിക്കുമ്പോ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനൊക്കെ സംഭവിക്കും. പിന്നെ ദശരഥനായിട്ട് കളിക്കുന്ന പുള്ളിക്ക് കുറച്ച് പുള്ളി ഇതായിട്ടാണ് കളിക്കുന്നത്. അല്ല കുറച്ച് ഒന്ന് ഇളകി കളിക്കും. അപ്പൊ ഒരു സ്റ്റേജില് ആ സ്റ്റേജ് ഇച്ചിരി പ്രശ്നമായിരുന്നു. സ്റ്റേജിന് ഇളക്കമുണ്ടായിരുന്നു. അപ്പോഴേ പറഞ്ഞു ചേട്ടാ അധികം ഇളകി കളിക്കരുത്. പുള്ളി 2-3 ചവിട്ടി കഴിയുമ്പോ പല ഓടിച്ച് താഴോട്ട് പോയിട്ട് കിരീടം മാത്രം അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തില് ബാലെ കളിച്ചു. നല്ല കയ്യടിയൊക്കെ ഉണ്ട്. ബാലെ കളിച്ച് ബാലെ തീരെ ഒരു കൂപ്പ്. അവിടുത്തെ ജനം മുഴുവൻ കൂവി ഇങ്ങനെ സ്റ്റേജിന്റെ അടുത്തോട്ട് വരുന്ന പോലെ എല്ലാരും പേടിച്ചിരിക്കുക. അപ്പൊ ഈ നമ്മുടെ ബാലയുടെ വണ്ടിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഡ്രൈവർ ഉറക്കമായിരുന്നു. കൂവി വരുന്ന പുള്ളി ചാടി എന്നിട്ട് തല്ലല്ലേ ചിലപ്പോ കാസറ്റ് ഒരുങ്ങിയതായിരിക്കും സംഭവം. അത് അവിടുത്തെ വഴിപാടായിരുന്നു. ശിവരാത്രി പ്രോഗ്രാമിന്റെ അന്നത്തെ ദിവസം അവിടുത്തെ പള്ളിവേട്ടയ്ക്ക് അങ്ങനെ എല്ലാരും കൂടെ ഒരു വലിയ ശബ്ദത്തില് ആർപ്പ് വിളിച്ചൊക്കെയാ അത് അവസാനിപ്പിക്കുന്നത്. ഈ പുള്ളിക്കാരൻ ചാടി എഴുതിട്ട് ഒന്നും ചെയ്യല്ല കാസറ്റ് ഉരിഞ്ഞതായിരിക്കും. അപ്പൊ സ്ഥിരം ഇതാണെന്നുള്ള സംഭവം പിന്നെ ഐറ്റം വേറെ കളിക്കുന്ന ആർട്ടിസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം ഒരു ടീം, കാരണം ടീമുകൾ തമ്മിൽ മത്സരമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും എല്ലാരും ആർക്കും ഒരു ഈഗോയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. കഴിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ആയിരിക്കും എല്ലാരും കൂടെ ഒന്നിച്ച് കാണുന്നത്. അപ്പൊ എന്തുവാ കണ്ടന്റ് ഇന്നതാ മറ്റേ ഈ സാധനം പറയാൻ കൊള്ളാം കേട്ടോ, ഞങ്ങൾ ഇത് നിങ്ങൾക്ക് പറ്റുന്ന. അപ്പൊ ഒരു കൗണ്ടർ പറയും. ചിലപ്പോ അത് നല്ലതായിരിക്കും, അത് ചിലപ്പോ അതായിരിക്കും കയറി കൊള്ളുന്നത്. അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഭയങ്കര പരസ്പര സപ്പോർട്ട്. പിന്നെ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളെ കളിക്കാൻ പറ്റുക. അതിനൊരു നമുക്കൊരു അങ്ങനത്തെ ഒരു സംഭവം കുറച്ച് ടെക്നിക്കലായിട്ടുള്ള സ്കിറ്റ് കളിക്കാൻ കുറച്ച് വിഷമമാണ്. ടെക്നിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പ്രണയം അങ്ങനെ പോകുന്ന സാധനങ്ങൾ കുറച്ച് വേണം ഞങ്ങൾക്ക്. ഈ മറ്റേ നമുക്ക് എന്തെങ്കിലും കിണർ പണി അല്ലെങ്കിൽ ഈ അങ്ങനത്തെ ലോക്കൽ. രാജമോനെ, ഈ അഭിലാഷ് ശരിക്കും സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ. അതുപോലെ തന്നെ ഫിഗർ ചെയ്യുന്ന അതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. രാജിമോൻ ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അല്ല വേറെ സംഭവം ശരിയല്ലേ. ഞാൻ ഈ സ്കിറ്റ് കളിക്കുക എന്നുള്ള അല്ലാതെ ഇതിൽ ഞാൻ ഭയങ്കര തോൽവിയാണ്. ഞാൻ സ്റ്റാർ പണ്ടൊക്കെ മിമിക്രി ഇഷ്ടപ്പെട്ട് വരുന്ന സമയത്തൊക്കെ കുറെ ചെയ്യുമായിരുന്നു. പിന്നെ അത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. ഞാൻ പിന്നെ ഈ ഇങ്ങനൊരു അഭിനയം എന്നൊരു സംഭവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാറിലേക്ക് പോകത്തില്ല. എന്നാലും ഈ നമ്മളിവിടെ മിമിക്രിക്കാരനാന്ന് പറയുമ്പോ ഇത് പറഞ്ഞാലേ അല്ലേ ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം നന്നാവുന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. അതല്ല മാത്രമേ അവരെടുത്തുള്ളൂ. അത് മതി, നന്നാക്കി മാത്രം ഇട്ടാ മതി. അപ്പൊ എനിക്ക് ഉറപ്പായി ഇത് ഇടത്തില്ലെന്ന്. മലയാളത്തിന്റെ ഇന്നും അദ്ദേഹത്തിന്റെ സിംഹാസനം അവിടെ തന്നെ ഉണ്ട്. ചിരിയുടെ മാന്ത്രികൻ ജഗതി ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. ശ്രമം മാത്രമാണ് കേട്ടോ, എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ക്ഷമിക്കണം, ഘാതകന്റെ തെറ്റിപ്പോയതാണ്. ഞാൻ തങ്കപ്പനല്ല, ബനോജ് കുമാറാണ്. സിഡി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് ഡോട്ടുമാല, ജണ്ട്, പൂമാല, റീത്ത്, നാരങ്ങി ഇവയൊക്കെ നൽകി എൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത് ഈ ഗാനത്തിന് പണ്ട് എപ്പോഴെങ്കിലും പേട്ട് പറഞ്ഞ ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് വെറും യാദർശികം മാത്രമാണ്. ഘോര വനാന്തർഭാഗത്തേക്ക് പോകാതിരിക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. അത് ഇപ്പോഴേ ഞാൻ പറയാം, എന്റെ ശബ്ദമാണ്. സുരേഷ് ഗോപി സുരേഷ് ചേട്ടനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിന്റെ മോഡുലേഷനും
ആ മീറ്ററൊക്കെ കറക്റ്റ് ആണെന്നൊക്കെ ഇവര് പറയുന്നു. നമുക്ക് കേൾക്കാം. അപ്പൊ ഞാൻ ചുമ്മാ പറയാം, വെറുതെ പറയാം, ഇടുകൊന്നും വേണ്ട കേട്ടോ. ശരി. കർത്താവിന്റെ കുരിശാരോഹണത്തെക്കാൾ മഹത്തരമാണ് മെത്രാനച്ചന്മാരുടെയും കപട സന്യാസികളുടെയും ഡെമ്മി ഗോഡ്സിന്റെ ഒക്കെ കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ, ചരമക്കോളങ്ങളടക്കം ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാനുള്ളതാണ് പത്രപ്പേജ് എന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ, അതേത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിൻ്റെ പേരിലായാലും ശരി, ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകന്മാർക്ക്. സോ don't ever let that set it to your brains. Don't ever let that set to your standard. And don't ever let that deceive your discretion. And then വൈറ്റ് ഹൗസിലെ അടിച്ചു തളിക്കാരുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറ പുരണ്ടു പോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ ഫോത്തറൈസ് പാപ്പരാസി സംസ്കാരം ആവരുത്. ദാ കണ്ടില്ലേ, മക്കളെ നെഞ്ചോടടക്കി പിടിച്ച് മന്ത്രി പുങ്കാന്മാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് അടിക്കലും കൊണ്ടുചെന്ന് കുടിനീരിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിൻ്റെ തെറിയും നെറിയേടും ലാത്തിയടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ദാഹജലം കിട്ടാതെ തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണിനാവണം വാർത്ത. ഇത്രയും പറഞ്ഞപ്പോ പെണ്ണിന് എന്നോട് പ്രണയം. എന്റെ പൊന്നു മോനെ, രക്ഷയില്ല. സത്യം ഞാനതാ ചിന്തിച്ചേ, എന്റെ മനസ്സിലത് തോന്നി. ഇത്രയും ഒരു ലെങ്തി ഡയലോഗ് എങ്ങനെ ഇത്രയും സൂപ്പർ മോനെ, അടിപൊളി. മോഡുലേഷൻ ഒക്കെ കറക്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു താരമല്ല, ഇങ്ങനെയും കുറെ താരങ്ങൾ നമ്മളെ കുറെ ചിരിപ്പിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ മീഡിയ ഗ്രാഫിക്സ് ടിവിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വിഷ്ണു, രാജിമോൻ, സന്തോഷം. പൊളിച്ചു കേട്ടോ, ഒരു രക്ഷയില്ല. ഇനിയും ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തണം. കാരണം നിങ്ങൾ നമ്മളുടെയാണ്, ഞങ്ങളുടെയാണ്. ഓക്കെടാ.